ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ന്യൂസുകളും അതുപോലെ കേരള സർക്കാരിൻ്റെ താൽക്കാലിക ഒഴിവുകളുമായിട്ടും അതുപോലെ ഷോർട്ട് ലിസ്റ്റുകളും പുതിയ അപ്ഡേറ്റ്സുകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം താൽക്കാലിക ഒഴിവുകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സും ന്യൂസുകളും ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ നാളെ നടത്താൻ ഇരുന്ന പരീക്ഷയുടെ ചില പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് PSC. അപ്പോൾ അതിൻ്റെ ന്യൂസാണുള്ളത്. പിന്നെ VO പരീക്ഷ ഒക്ടോബറിലാണ്. PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട് ഒരു എക്സാമിൻ്റെ. അതുപോലെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ഒഴിവാണ്. സൗദി MRI ടെക്നീഷ്യൻ നിയമനം നടത്തുന്നുണ്ട്. സൗദിയിൽ MRI ടെക്നീഷ്യൻ നിയമനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ന്യൂസ് ഉണ്ട്. അതുപോലെ ഡെമോൺസ്ട്രേറ്റർ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താൽക്കാലിക ഒഴിവാണ്. പിന്നെ തൊഴിലധിഷ്ഠിത ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ന്യൂസുണ്ട്. പിന്നെ അധ്യാപക അഭിമുഖം നടത്തുന്നുണ്ട് താൽക്കാലിക ഒഴിവുകളിലേക്ക്. പിന്നെ പ്രധാനപ്പെട്ട 2 ഷോർട്ട് ലിസ്റ്റുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ 579/2017 അതുപോലെ 580/17 തസ്തികയ്ക്ക് വേണ്ടി 20/7/2019 ഉച്ചയ്ക്ക് 1:30 മുതൽ നടത്തുന്ന 3:15 വരെ നടത്തുന്ന OMR പരീക്ഷയ്ക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷാ കേന്ദ്രമായി കിട്ടിയ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷാ കേന്ദ്രമായി കിട്ടിയ ഉദ്യോഗാർത്ഥികൾ 1, 2, 3 സെൻറ്ററുകൾ രജിസ്റ്റർ നമ്പർ ശ്രദ്ധിക്കുക 111-301 മുതലും 112-200 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ ജോൺ കോക്സ് CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണമ്മൂല മെഡിക്കൽ കോളേജ് PO തിരുവനന്തപുരം എന്ന കേന്ദ്രത്തിലും 4ാം സെൻറ്ററിലെ ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ നമ്പർ 11-22-01 മുതൽ 11-25-00 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ് ബോയ്സ് HSS പേട്ട എന്ന പരീക്ഷാ കേന്ദ്രത്തിലും പരീക്ഷ എഴുതേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു സർക്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നാളെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. കാരണം അവർ ചിലപ്പോൾ സമയം കണക്കാക്കിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം അവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുന്നതാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത വേറെ ഒരു ന്യൂസ് ഉള്ളത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒരുപാട് ആളുകൾ എഴുതുന്ന എക്സാമാണ്. കാറ്റഗറി നമ്പർ 004/2019 വിജ്ഞാപന പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഈ തസ്തികയിലേക്ക് പരീക്ഷ 2019 ഒക്ടോബർ മാസം നടത്തുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പരീക്ഷ എഴുതുന്നതിനായി കൺഫർമേഷൻ സ്ഥിരീകരണം നൽകുമ്പോൾ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മാത്രമേ കൺഫർമേഷൻ നൽകാനാവൂ. ഇപ്പോൾ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിശ്ചിത യോഗ്യത 60% മാർക്കോട് കൂടിയ BCom ബിരുദമാണ് പറഞ്ഞിരിക്കുന്നത്. 60% മാർക്കോട് കൂടി BCom ഇല്ലാത്തവർ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഇവിടെ പറഞ്ഞ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ സ്ഥിരീകരണം നൽകുന്ന പക്ഷം അവർക്കെതിരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് വിവരം അറിയിക്കുന്നു. അപ്പോൾ ആരെങ്കിലും എക്സാം ഡിഗ്രി ലെവൽ എക്സാമാണ് 60% മാർക്കോട് കൂടി BCom ഇല്ലാത്ത ആരെങ്കിലും ഈ ഒരു എക്സാമിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിച്ചതിന് കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള നടപടികൾ അത് നിയമപരമായിട്ട് അത് കേസൊക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇത് കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. 60% മാർക്കിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. ബാക്കിയുള്ള ആളുകൾ മാത്രം കൺഫർമേഷൻ കൊടുക്കുക എന്ന് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. VO പരീക്ഷ നമ്മൾ പറഞ്ഞിരുന്നു. VO എക്സാം ഒക്ടോബറിൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ അപേക്ഷിച്ചവർക്ക് 12-10-2019 എക്സാം നടക്കുന്നത്. അതുപോലെ കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അപേക്ഷിച്ചവർക്ക് 26-10-2019 എക്സാം നടത്തും. മറ്റുള്ള ജില്ലകളിലെ പരീക്ഷ നവംബർ മാസത്തിൽ
ആവാനാണ് സാധ്യത. ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒഫീഷ്യലായി അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിയോൻ്റെ മാത്സ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8594070249 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. നെക്സ്റ്റ് നോക്കാം. PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ എക്സൈസ് വകുപ്പിലെ ഡ്രൈവർ തസ്തികയുടെ കാറ്റഗറി നമ്പർ 659/2017 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും വിജയകരമായി പൂർത്തിയാക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജൂലൈ 19-10 പക്ഷേ 19-10 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തവർ ഒന്ന് PSCയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടത്. അപ്പോൾ പ്രൊഫൈൽ വഴി സന്ദേശം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് PSCനെ പറഞ്ഞിട്ട്, പക്ഷേ അറിയിപ്പ് ലഭിക്കാത്തവർ ജില്ലാ PSC ഓഫീസുമായി ബന്ധപ്പെടണം. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷന് എത്തണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ താൽക്കാലിക നിയമനമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഈ അധ്യയന വർഷം കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. ബന്ധപ്പെട്ട ട്രേഡിലുള്ള പരിശീലനമാണ് യോഗ്യത. താല്പര്യമുള്ളവർ ബയോഡേറ്റയും പ്രായം, ജാതി, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും സഹിതം ജൂലൈ 20 ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ മിനി സിവിൽ സ്റ്റേഷൻ ചാലക്കുടി 680307 എന്ന വിലാസത്തിൽ നൽകണം. ഫോൺ നമ്പർ സംശയമുള്ളവർക്ക് വിളിച്ചു നോക്കാം. 0480-270-6100 ഈ ഒരു ബന്ധപ്പെട്ട യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ഒഴിവ് മുമ്പൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ചേരി സർക്കാർ ജനറൽ ആശുപത്രിയിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ICDC ലാബിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ICDC കൗൺസിലറെയും ലാബ് ടെക്നീഷ്യനെയും നിയമിക്കുന്നു. കൗൺസിലർക്ക് MSW സൈക്കോളജി PG കമ്പ്യൂട്ടർ പരിജ്ഞാനവും ലാബ് ടെക്നീഷ്യന് BSc MLD DMLD കമ്പ്യൂട്ടർ പരിജ്ഞാനവും എന്നിവയാണ് യോഗ്യതകൾ. താല്പര്യമുള്ളവർ അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂലൈ 23 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാകണം. ഫോൺ 0483-276-2037 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത് വരുന്നത് സൗദി MRI ടെക്നീഷ്യൻ നിയമനം. സൗദിയിലേക്ക് MRI ടെക്നീഷ്യൻ നിയമനം നടത്തുന്നുണ്ട്. സൗദി അറേബ്യയിലെ പ്രമുഖ ആശുപത്രിയിലേക്ക് MRI ടെക്നീഷ്യൻ്റെ ഒഴിവിലേക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് ODEPC മുഖേന സ്കൈപ്പ് ഇൻ്റർവ്യൂ നടക്കും. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം gcc@odepc.in എന്ന ഇമെയിലിലേക്ക് ജൂലൈ 25 അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.odepc.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ്. 0471-232-9440 അല്ലെങ്കിൽ 40 എന്നുള്ളത് 414243 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡെമോൺസ്ട്രേറ്റർ ഒഴിവിലേക്ക് വിളിച്ചിട്ടുണ്ട്. പാലക്കാട് കുഴൽമന്ദം ഗവൺമെൻറ്, പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദം ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം ക്ലാസ് ഡിപ്ലോമ ആണ് യോഗ്യത. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ജൂലൈ 20 രാവിലെ 10 കോളേജ് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. 0492-2272-900 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ തൊഴിലധിഷ്ഠിത ട്രെയിനിങ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കൊച്ചി IT മേഖലയിലെ അവസരങ്ങൾക്ക് യുവതലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത IT ഇന്റേൺഷിപ്പ് ഇൻ ലിനക്സ്, അപ്പാച്ചെ, MySQL ആൻഡ് PHP ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പരിശീലനത്തിന് പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൻ്റെ എറണാകുളത്തുള്ള കെൽട്രോൺ നോളജ് സെൻറ്ററിൽ അവസരമൊരുക്കുന്നു. BTech BE പൂർത്തിയായവർക്കും ഫലം പ്രതീക്ഷിക്കുന്നവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അപേക്ഷാ ഫോമിനുമായി ബന്ധപ്പെടുക. ഫോൺ 92-078-11-878 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വിലാസം കെൽട്രോൺ നോളജ് സെൻറ്റർ, കത്രിക്കടവ്, എറണാകുളം. ഇവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷാ ഫോമൊക്കെ ലഭിക്കുന്നതാണ്. അധ്യാപക അഭിമുഖം. കാസർഗോഡ് ജില്ലയിലെ ചെങ്കള ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള
LP സ്കൂളിൽ യോഗ പരിശീലനത്തിനും കായിക പരിശീലനത്തിനും ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ ഈ മാസം 22 രാവിലെ 10:30 ബയോഡറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പകർപ്പ് എന്നിവ സഹിതം ചെങ്കള ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തണം. പിന്നെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് ഒരുപാട് ആളുകൾ എക്സാം എഴുതിയ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ എല്ലാ ഷോർട്ട് ലിസ്റ്റുകളും ലഭിക്കാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 456/2016 കട്ട് ഓഫ് മാർക്ക് 76.33. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 457/2016 കട്ട് ഓഫ് മാർക്ക് 83.67. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ഇന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്ന ഡിസ്ലൈക്കും ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നിങ്ങൾക്ക് ന്യൂസുകൾ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.